ശബരിമല എന്ന വിഷയം തിരഞ്ഞെടുപ്പിലും അല്ലാതെയും എപ്പോഴും വിഷയമായി കൊണ്ടിരിക്കുന്ന ഘട്ടമാണിത്. ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള കോടതിയിലെ നടപടിക്രമങ്ങൾ വലിയ ചർച്ചാ വിഷയവുമായി. ഇപ്പോൾ UDFും LDFും ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. യുവതീ പ്രവേശനത്തിന് അനുകൂലമാണോ എതിരാണോ ഇവരുടെയൊക്കെ നിലപാട് എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. നേരത്തെ യുവതീ പ്രവേശനത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ച CPM അല്ലെങ്കിൽ LDF ഇപ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. UDF അല്ലെങ്കിൽ കോൺഗ്രസ് നയം വ്യക്തമാക്കി കഴിഞ്ഞു. അവർ വിശ്വാസികൾക്കൊപ്പമാണ്, യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്നില്ല എന്ന് തന്നെ. പക്ഷേ LDFന് വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോഴും യുവതീ പ്രവേശനത്തിന് അനുകൂലമാണോ എന്ന ചോദ്യത്തിന് യെസ് അല്ലെങ്കിൽ നോ എന്ന് മറുപടി പറയാൻ ഇപ്പോൾ കഴിയുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾ നേരത്തെയും ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ഇത് മതപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ, ആചാരപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ പണ്ഡിതരുൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിക്കാണ് തീരുമാനമെടുക്കാനുള്ള അധികാരം. ആ തലത്തിൽ കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നത് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ഇനിയും അങ്ങനെ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള മറുപടിയാണ് CPMൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറുഭാഗത്ത് CPMനെ യെസ് ഓർ നോ പറയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് UDF ഉള്ളത്, BJPയും ഉള്ളത്. അജിംസ്, ഈ വിഷയത്തിൽ CPM ശരിക്കും വല്ലാത്തൊരു അവസ്ഥയിലാണോ? യെസ്സോ നോ പറയാൻ പറ്റാത്തൊരവസ്ഥ CPMനെ സംബന്ധിച്ചുണ്ടോ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. CPMനെ സംബന്ധിച്ച് CPM ഒരു സത്യവാങ്മൂലം കൊടുക്കണം. ഈ മാർച്ച് 14-ക്കുള്ളിൽ ഇത് കൊടുക്കണം. ഏപ്രിൽ 7-ാം തീയതി മറ്റതിൻ്റെ വാദം കേൾക്കുകയാണ്. അപ്പോൾ CPM അല്ല, സംസ്ഥാന സർക്കാർ ഒരു സത്യവാങ്മൂലം കൊടുക്കണം. അപ്പോൾ ഇതിനെ പുനഃപരിശോധന ഹർജികൾ പരിഗണിക്കുകയാണ്. 2018 വിധിയുടെ പുനഃപരിശോധന ഹർജികൾ പരിഗണിക്കുകയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ അതിനെന്തായാലും മറുപടി കൊടുത്തേ പറ്റൂ. അപ്പോൾ ഇതിനു മുമ്പുള്ള സർക്കാർ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തിരുന്ന സത്യവാങ്മൂലത്തിൽ ഇപ്പോൾ CPM വിശദീകരിക്കുന്നത് പോലെ വളരെ ശരിയായി തന്നെ അതിന് വിശദീകരിച്ചിരുന്നു. കാരണം കോടതികളല്ല അത് തീരുമാനിക്കേണ്ടത്. ആചാര മാറ്റങ്ങളും അതുപോലെ സാമൂഹ്യ പരിഷ്കരണമൊന്നും കോടതികൾ വഴി ഇമ്പോസ് ചെയ്യേണ്ടതല്ല. അതിന് പകരം അതത് മതസമൂഹങ്ങളിലെ പണ്ഡിതന്മാരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവർ ഡിസ്കസ് ചെയ്ത് അവർക്കകത്ത് തന്നെ മാറ്റം കൊണ്ടുവരികയാണ് വേണ്ടതെന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാടാണ് പിന്നീട് ഇത് വിവാദമായ സമയത്തും CPMും സർക്കാരിനെ പ്രതിനിധീകരിക്കുന്നവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇതെങ്ങനെ വിവാദമായി? അതായത് സർക്കാരിൻ്റെ നിലപാടെന്താണ്? സർക്കാർ കോടതി വഴിയോ നിയമം വഴിയോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് വഴിയോ ജുഡീഷ്യറി വഴിയോ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതില്ല, ആചാരങ്ങൾ മാറ്റുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടെന്നിരിക്കെ എന്തുകൊണ്ടാണ് അത് LDF സർക്കാരിന് തിരിച്ചടിയാവുകയും LDF സർക്കാർ പ്രതിക്കൂട്ടിലാവുകയും LDF സർക്കാരിനെതിരെ ചോദ്യങ്ങൾ ഉയരുകയും പിന്നീട് അത് വിശദീകരിക്കാൻ, തങ്ങളുടെ നിലപാട് വിശദീകരിക്കാൻ വേണ്ടി പാർട്ടിക്ക് CPMന് വിശ്വാസികൾക്കിടയിലേക്ക് ഇറങ്ങേണ്ടി വരികയും ചെയ്തു? നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണ കാലത്ത് ഗൃഹസന്ദർശനം നടത്തി ശബരിമല വിഷയത്തിലെ നിലപാട് വിശദീകരിക്കേണ്ടി വന്നിരുന്നു. പിന്നീട് CPMും സംസ്ഥാന സർക്കാരും അക്കാര്യത്തിൽ മൗനം തുടർന്നു. ശബരിമല വിഷയം അതൊരു അടഞ്ഞ അധ്യായമാണെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഒരു 2021 മുതൽ 2026 വരെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും CPMൻ്റെ നിലപാട്. അപ്പോൾ എങ്ങനെ അങ്ങനെ പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിലേക്ക് പോയെന്ന് ചോദിച്ചാൽ, ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച കോടതി വിധി ഉണ്ടായപ്പോൾ ആ കോടതി വിധി ഉണ്ടാകുമ്പോൾ അതിനോട് പാർട്ടിയും സർക്കാരും എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. കാരണം ആ യുവതീ പ്രവേശനം സംബന്ധിച്ച സുപ്രീം കോടതി വിധി എങ്ങനെ ഉണ്ടായി എന്ന് അറിയാത്തവരായിരുന്നില്ല CPMും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നും. കാരണം ആ യുവതീ പ്രവേശനത്തിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആരാണ് കേരളത്തിൽ ചെയ്തത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ആരുടെ ആവശ്യമായിരുന്നു അത്? ഇപ്പോൾ അവിടുത്തെ ശബരിമല ക്ഷേത്രത്തിലെ ലിംഗനീതി സംബന്ധിച്ചൊരു ബ്രോഡർ ഡിബേറ്റൊക്കെ ആവാം, അത് വേറെ കാര്യം. അങ്ങനെ മാറ്റം വരേണ്ടതുണ്ടെങ്കിൽ മാറണം, ആചാരം മാറണമെങ്കിൽ ആ വിശ്വാസ സമൂഹത്തിൽ തന്നെ മാറ്റണം. പക്ഷേ ഇതിനുവേണ്ടി ക്യാമ്പയിൻ ചെയ്തത് ആരാണ്? ക്യാമ്പയിൻ ചെയ്തത് RSS ആണ്. യുവതീ പ്രവേശനം കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന തലക്കെട്ടിൽ കേസരിയിൽ ലേഖനം വരുന്നു, ജന്മഭൂമിയിൽ ലേഖനം വരുന്നു. അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തൃശ്ശൂരിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. തൃശ്ശൂരിൽ സംഘടിപ്പിച്ച ആ സെമിനാറിൽ പങ്കെടുക്കുന്നത് പിന്നീട് LDF സർക്കാർ പോലീസ് സംരക്ഷണയിൽ ശബരിമല കയറാൻ നിയുക്തരാക്കപ്പെട്ട 2 യുവതികൾ, ഒന്ന് ബിന്ദു അമണിയും മറ്റൊന്ന് രഹന ഫാത്തിമ പ്യാരിജാനും. ഈ രഹന ഫാത്തിമ ആ സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. ആരുടെ ഒപ്പം? K. സുരേന്ദ്രനൊപ്പം. അപ്പോൾ സുരേന്ദ്രനൊപ്പം യുവതീ പ്രവേശത്തെ പിന്തുണച്ചുകൊണ്ട് ഒരു സെമിനാറിൽ പങ്കെടുത്തിയ ആളെ തന്നെ LDF സർക്കാരിൻ്റെ പോലീസ് ശബരിമലയിൽ കയറ്റുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം,
കനകദുർഗയും ബിന്ദു അമ്മണിയും കനകദുർഗയും. ബിന്ദു അമ്മണിയും കനകദുർഗയും. രഹന ഫാത്തിമയല്ല, രഹന കുറച്ച് കയറ്റി തിരിച്ചിറക്കി. ഞാൻ പറയുന്ന അവർ കയറാൻ ശ്രമിച്ചു, പോലീസ് അവർക്ക് സംരക്ഷണം കൊടുത്തു, അതവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊരു കാര്യം, ഇതിനോട് പാർട്ടിയും സർക്കാരും ആ വിധി വന്ന ഉടനെ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. വിധി വരുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യനാണ്, ഈ വിധി വരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്താണെന്ന് കരുതുക. ഉമ്മൻചാണ്ടി എങ്ങനെയായിരിക്കും അതിനോട് റിയാക്ട് ചെയ്യുക? കോടതി വിധിയാണ്. കോടതി വിധി പാലിക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥരാണ്. UDF കോൺഗ്രസ്സോ അതിന് അനുകൂലമല്ല, അവർ ആചാര സംരക്ഷണത്തിന് വക്താക്കളാണ്. പക്ഷേ കോടതി ഇങ്ങനെ വിധി വരികയാണ്. കോടതി വിധി വന്നാൽ ഒരു സാവകാശം തേടും. ഞങ്ങൾ വിശ്വാസികളുമായിട്ടൊന്ന് ചർച്ച ചെയ്ത് അതിൻ്റെ പ്രായോഗിക പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇത് നടപ്പാക്കാം എന്നായിരിക്കും ആ സർക്കാർ പറയുക. പക്ഷേ പിണറായി വിജയൻ സർക്കാർ ആ സമയത്ത്, ഒന്നാം പിണറായി വിജയൻ സർക്കാർ കുറേ കൂടി പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ആ സമയത്താണ് നമ്മൾ ഓർക്കണം, തമിഴ്നാട്ടിലും ഭരണമാറ്റം വരുന്നു, സ്റ്റാലിൻ വരുന്നു. സ്റ്റാലിൻ ഒരു പുരോഗമന സർക്കാർ എന്ന പ്രതീതി ഉണ്ടാക്കുകയാണ്. സ്റ്റാലിൻ വന്നിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി തമിഴ്നാട്ടിൽ DMK വലിയ തോതിൽ ഇതൊരു പുരോഗമനാശയമുള്ള സർക്കാരാണെന്ന് പുകഴ്ത്തുന്നു. കമൽ ഹാസൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ഫാനായി തന്നെ അവതരിക്കുന്നു. ഇതൊരു പുരോഗമനാശയമുള്ള സർക്കാരാണ്. ഇന്ത്യയിൽ ഒരു ഫാഷിസ്റ്റ് ഭരണം നിലനിൽക്കുമ്പോൾ കേരളം ഒരു ഒറ്റപ്പെട്ട തുരുത്തായി മാറുകയാണ്. അങ്ങനെ അല്ല എന്നല്ല പറയുന്നത്. ആ സർക്കാരിന് പുരോഗമനപരമായ ഔട്ട്ലുക്കൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇതിലെന്തോ പിണറായി വിജയൻ വിചാരിച്ചിട്ടുണ്ടാവും, താൻ വഴി ഇപ്പോൾ ഈ പറയുന്ന സുപ്രീം കോടതി വിധി നടപ്പാക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ചരിത്രത്തിൽ രേഖപ്പെടുന്ന ഒരാളായി പിണറായി വിജയൻ മാറും, തീർച്ചയായിട്ടും മാറുമായിരുന്നു. പക്ഷേ ഒരു അവധാനത, ഇന്ന് മന്ത്രി പി രാജീവ് പറയുന്ന ആ വാക്ക്, അവധാനത ആ സർക്കാരിൽ നിന്നുണ്ടായില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സുപ്രീം കോടതി വിധി വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്ത് പോസ്റ്റ് ചെയ്ത RSSകാർ വിത്തിൻ മണിക്കൂറുകൾക്കുള്ളിൽ നിലപാട് മാറ്റുന്നു. ശബരിമല യുവതി പ്രവേശനത്തിന് വേണ്ടി അച്ചുനിരത്തിയ, ലേഖനങ്ങൾ എഴുതിയ, സെമിനാറുകൾ നടത്തിയ RSS എന്ത് ചെയ്യുന്നു? വിധി വന്ന് മണിക്കൂറുകൾക്ക് തന്നെ അതിനെതിരെ പ്രൊട്ടസ്റ്റുമായി രംഗത്ത് വരുന്നു. അപ്പോൾ അതൊരു ചതിയായിരുന്നു, അതൊരു ട്രാപ്പായിരുന്നു എന്ന് മനസ്സിലാവുകയാണ്. ഞാനത് ചതിയാണെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കിയത്, ഞാൻ ഈ RSSൻ്റെ പൾസസ് അറിയാൻ വേണ്ടി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു RSS ഹാൻഡിലുണ്ട് ഫേസ്ബുക്കിൽ. ഈ വിധി വന്ന് ഒരു 1-2 മണിക്കൂറുകൾക്കുള്ളിൽ അയാൾ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: അയ്യപ്പ വിശ്വാസികളുടെ കരുത്തെന്താണെന്ന് പിണറായി വിജയൻ ഉടൻ അറിയും. ഏത് തൊട്ട് മുമ്പ് വരെ ഈ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ ഹാജരായ അഭിഭാഷകരാണെന്നും ഹർജിക്കാരാണെന്നും നമുക്കറിയാം. സെമിനാർ നടത്തിയവരും ലേഖനം എഴുതിയവരും വിത്തിൻ മണിക്കൂറുകൾക്കകം നിലപാട് മാറ്റമാണ്. അതായത് പിണറായി വിജയനെ പെടുത്താനുള്ള ഒരു RSS ട്രാപ്പായിരുന്നു ശബരിമല കേസ് തന്നെ എന്നിപ്പോൾ വ്യക്തമാവുകയാണ്. പിന്നെ നമ്മൾ കണ്ടത് സുവർണാവസരങ്ങളുടെ കാലമാണ്. അത് സർക്കാരിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള വികാരമായി വരുന്നു, അത് പെടുത്താൻ ശ്രമിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇത് രണ്ടാമത് ഈ സാധനം റീസർഫേസ് വരുമ്പോൾ ഇന്ന് ചോദ്യം, ഇനി സർക്കാരിന് നിലപാട് സ്വീകരിക്കുന്നതാണ്. സർക്കാരിന് തങ്ങളുടെ പുരോഗമന ഔട്ട്ലുക്ക് കളഞ്ഞുകൊണ്ട് ആചാര സംരക്ഷകരായി സുപ്രീം കോടതിയിൽ അവതരിക്കാൻ പറ്റുമോ? അതല്ല, ഇത്രയും വലിയ ഇലക്ട്രൽ തിരിച്ചടികൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇനിയും പുരോഗമനം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാരിന് തങ്ങളുടെ മുൻ സത്യവാങ്മൂലം തന്നെ അവതരിപ്പിച്ചാൽ മതി. മുൻ സത്യവാങ്മൂലം എന്താണ്? ഇത് ആചാരപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് സർക്കാരോ കോടതികളോ അല്ല, അതത് വിശ്വാസി സമൂഹങ്ങളാണ് എന്ന് ഞങ്ങളുടെ മുൻ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തന്നെ കറക്റ്റാണ്. പിന്നെ അതിലെന്താണ് ഒരു അവ്യക്തത? എന്തിനാണ് അതിൽ ആലോചിച്ച് പറയാം, അല്ലെങ്കിൽ അടുത്ത മാസം തീരുമാനിക്കാം എന്നൊക്കെ പറയേണ്ടത് എന്താണ്? സർക്കാരിനും പാർട്ടിക്ക് ഒരേ നിലപാടാണ് എന്നങ്ങ് തുറന്നു പറഞ്ഞാൽ മതി. അങ്ങനെ തുറന്നു പറയുമ്പോൾ പ്രശ്നം, ഈ യുവതീ പ്രവേശന വിഷയത്തിൽ LDF സർക്കാരിനെയും CPM-നെയും പിന്തുണച്ച ധാരാളം സാമൂഹിക ഘടകങ്ങളുണ്ട്. ഇപ്പോൾ അല്പം മുമ്പ് KPMS നേതാവ് പുന്നല ശ്രീകുമാറിൻ്റെ ഒരു ബൈറ്റ് കണ്ടാണ്. അപ്പോൾ പുന്നല ശ്രീകുമാർ പറയുന്നത്, പഴയ സത്യവാങ്മൂലത്തിൽ നിന്ന് മാറ്റം വരുത്തേണ്ട ഒരു കാര്യവും ഇപ്പോഴില്ല, പുതിയ സാഹചര്യത്തിലില്ല, അങ്ങനെ മാറ്റം വരുത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഈ സർക്കാർ അങ്ങനെയാണ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതേസമയം തന്നെ NS ജനറൽ സെക്രട്ടറിയും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പറയുന്നത്, വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണെന്ന് ഓർക്കണം. ഞങ്ങൾ അന്നേ ഇതിനെതിരായിരുന്നു, യുവതി പ്രശ്നത്തിനെതിരായിരുന്നു, പുതിയ കാലത്തും ആ നിലപാട് തുടരുമെന്നാണ് കരുതുന്നതാണ് രണ്ടുപേരും പറയുന്നത്. അപ്പോൾ ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു പുരോഗമന സമൂഹമുണ്ട്. അതായത് യുവതീ പ്രവേശത്തെ പിന്തുണച്ചുകൊണ്ടിരുന്ന നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു കഴിഞ്ഞൊരു സമൂഹമുണ്ട്. അവർ ഒരുപക്ഷെ ലഭ്യരാവുകയോ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയോ ചെയ്യുമായിരിക്കും. പക്ഷേ സർക്കാരിന് ഡാമേജ് കൺട്രോളിന് ഏറ്റവും നല്ലത് ആദ്യം കൊടുത്ത സത്യവാങ്മൂലമുണ്ട്, ആ സത്യവാങ്മൂലം തന്നെ കൊടുക്കുകയായിരിക്കും നല്ലത്. അതിൻ്റെ കാരണം വെച്ചാൽ അത് അവരുടെ മുൻ നിലപാടാണ്. ആ നിലപാട് ആവർത്തിച്ചാൽ മതി. അതിൽ ലഭ്യരാവേണ്ടതോ ലജ്ജിക്കേണ്ട ഒരു കാര്യമില്ല. അബദ്ധം പറ്റിയിട്ടുണ്ട്, RSSൻ്റെ ട്രാപ്പായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് മുൻ നിലപാട് ആവർത്തിച്ചാൽ തന്നെ ഡാമേജ് പരിഹരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പം അന്ന്
യുവതി പ്രവേശനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു, വനിതാ മതിൽ സംഘടിപ്പിക്കുന്നു, അവിടേക്ക് കയറാൻ വന്ന സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു നിലപാട് തുറന്നു പറയാൻ, ഞങ്ങൾ ആ നിലപാടിനൊപ്പമാണ് തുറന്നു പറയാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പുരോഗമന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരവസ്ഥയല്ലേ? അല്ല, ഒന്നാമത്തെ കാര്യം CPIM-ൻ്റെ ഇപ്പോഴാക്കാര്യത്തിൽ ഇപ്പോൾ ആ വിഷയത്തിലുള്ള സങ്കീർണത എന്താണെന്നും അവർ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്നും ഇപ്പോൾ അവരുടെ നിലപാട് എന്താണെന്നും എല്ലാവർക്കും അറിയാം. പിന്നെ നിശബ്ദത അവലംബിക്കുന്നതുകൊണ്ടോ വഴുതി മാറിയത് കൊണ്ടോ സമയമുണ്ടല്ലോ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുന്നതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. CPIM അവരുടെ പഴയ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പാർട്ടിയെ സംബന്ധിച്ച് അതിപ്പോൾ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഏത് പ്രതിസന്ധി കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമര മുന്നണിപ്പട എന്ന നിലയ്ക്കല്ല സ്വയം മനസ്സിലാക്കുന്നത്. മറിച്ച് ഇന്ത്യയിൽ അധികാരമുള്ള ഒരേ ഒരു സ്ഥലം കേരളം നമുക്ക്, അത് നിലനിർത്താൻ എന്ത് കളിയും കളിക്കേണ്ടവർ നാം എന്ന മട്ടിലാണ് അവർ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ കാണുന്നത്. അതുകൊണ്ട് ആ പാർട്ടിക്ക് അത് എൻ്റെ മുൻകാലത്ത് സ്വീകരിച്ചു പോന്നിരുന്ന കടുത്ത മാർക്സിസ്റ്റ് ഇടതുപക്ഷ പുരോഗമന നിലപാടുകൾ, അതിനോടുള്ള പ്രതിപത്തി, അതൊന്നും ഒരു ഡിസ്കഷൻ പോയിന്റ് അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെ ആലോചിച്ച് നോക്കും, നമ്മളെപ്പോഴും പറയാറുള്ളതല്ലേ, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വർഗീയത കേട്ടിരിക്കാനുള്ള സഹിഷ്ണുത ഇല്ലാത്ത പാർട്ടിയാണ് CPM. അത് കേട്ട ചരിത്രം അതിനില്ല. എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ ആഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് തിരിച്ച്. പക്ഷേ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കൊണ്ടുവരുന്ന വർഗീയതയോട് നമ്മൾ ഒരു വലിയ കടുത്ത സമയം എടുക്കേണ്ടതില്ല എന്നതിലേക്ക് അത് പരുവപ്പെട്ടല്ലോ. അതിന് നേതൃത്വവും പരുവപ്പെട്ടു, അതിൻ്റെ ലോക്കൽ കോമ്രേഡ്സും എല്ലാവരും പരുവപ്പെട്ടില്ലേ. നമ്മളങ്ങനെ വെള്ളാപ്പള്ളിയെ നന്നാക്കാനുള്ള ഒരു ഒരു പുരോഗമന സഖ്യമല്ല. നമ്മുടെ പ്രശ്നം അധികാരമാണ് എന്നതിനെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്ത് ശരിയാണ്, പിണറായി വിജയൻ സർക്കാർ വലിയ മെജോറിറ്റിയിൽ ആദ്യമായിട്ട് എല്ലാം ശരിയാക്കാൻ വേണ്ടി പിണറായി വിജയൻ വരുന്ന ഘട്ടത്തിലാണ് ഈ വിധി വരുന്നത്. ഈ വിധി എന്ന് പറഞ്ഞാൽ കേസ് ആകെ തന്നെയും ഒരു 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 ആൻറ്റി പിണറായി പ്ലാൻ ആയിരുന്നു വെച്ചാൽ എനിക്കറിയില്ല. 2006 ഈ കേസ് ആദ്യം കോടതി വരുന്നത്. അന്ന് പിണറായി വിജയൻ അധികാരത്തിൽ പോലും ഇല്ല. 2018 കോടതി വിധി വരുന്നു. വന്ന ഘട്ടത്തിൽ നാട്ടുകാരെല്ലാം കൂടി ചാടി. എല്ലാ പത്രങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലും ബഹുഭൂരിപക്ഷം സ്ഥാപനങ്ങളിലും ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾ വരുന്നു, പത്രങ്ങളുടെ എഡിറ്റോറിയൽ വരുന്നു. അത് ഫേസ്ബുക്കിലൊക്കെ തന്നെയും ആളുകൾ പുതിയ ഒരു നവോത്ഥാന കാലത്തിൻ്റെ പെരുമ്പറ മുഴക്കുന്നു. സർക്കാർ നോക്കുമ്പോൾ കൊള്ളാം, മൊത്തത്തിൽ നവോത്ഥാനത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുങ്ങി വന്നിരിക്കുകയാണ്. ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനം സാധ്യമാക്കിയാൽ ആധുനിക നവോത്ഥാന നായകൻ എന്ന പട്ടികയിൽ കൂടി പിണറായി വിജയൻ ഇടം കിട്ടുകയും ചെയ്യും എന്ന് മനസ്സിലാക്കി അവർ കയറട്ടെ എന്ന് തീരുമാനിക്കുന്നു. അത് പക്ഷേ അടുത്ത ഇലക്ഷനിൽ തിരിച്ചടിച്ചപ്പോൾ ഫേസ്ബുക്കുമല്ല, പത്രങ്ങളുടെ എഡിറ്റോറിയൽ കാണുന്നത് മാത്രമല്ല, താഴെത്തട്ടിൽ വേറെയുണ്ട് മനുഷ്യരുടെ വികാരം എന്ന് സർക്കാരിന് മനസ്സിലാകുമ്പോൾ സർക്കാർ അതിൽ നിന്ന് പൂർണ്ണമായി വിഡ്രോ ചെയ്യുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തുന്നു. ഞങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ട്, നിങ്ങളുടെ ആചാരങ്ങളെ ലംഘിക്കുക എന്നത്, അത് ഇല്ലാതാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശത്തിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് സർക്കാർ യൂട്ടേൺ അടിച്ചു കഴിഞ്ഞു. സർക്കാർ അവസാനിപ്പിച്ചു കഴിഞ്ഞു ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലെ പുരോഗമന നവോത്ഥാന നിലപാട്. അത് വസ്തുതയാണ്. ഇപ്പോൾ അത് പറയാനുള്ള സർക്കാരിൻ്റെ മടി. ഇപ്പോഴും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പഴയ നിലപാടിൽ നിന്ന് പോയോ, യൂട്ടേൺ അടിച്ചോ എന്നുള്ള ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സർക്കാർ ഒരു മൗനം എടുക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഗവൺമെൻറ് അതിനകത്ത് കാണുന്ന ഒരു കാര്യം വിചാരിക്കുന്നത് CPM വിചാരിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ അത് വലിയൊരു ചർച്ച ഉണ്ടാക്കും. അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. ശബരിമല ഓൾറെഡി വലിയ ഡാമേജ് അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ള, രണ്ടാമത് ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു നിന്നിട്ടുള്ള വിവരങ്ങൾ, ഇനി ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പഴയ നിലപാടോ പുതിയ നിലപാടോ ഏതെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കുന്നത് വീണ്ടും ആ വിഷയം ഫ്ലോട്ട് ചെയ്യിപ്പിക്കും. അത് ഡിസ്കസ് ചെയ്യപ്പെടും. ആളുകളുടെ സ്മൃതിയിലേക്ക് പിന്നെയും ആ വിഷയം വരും. അപ്പോൾ ആകെപ്പാടെ കുടുങ്ങിയിട്ടാണുള്ളത്. അതുകൊണ്ട് പരമാവധി നിശബ്ദത അവലംബിക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഓഫ് കോഴ്സ് കോടതിയിൽ ചെല്ലുമ്പോൾ സർക്കാർ പറയാൻ പോകുന്നത് നേരത്തെ അജിംസ് പറഞ്ഞ പോലെ വിശ്വാസികൾക്കിടയിൽ ഒരു കൺസെൻസസ് ഉണ്ടാക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളൊരു സംഘർഷത്തിന് ആഗ്രഹിക്കുന്നില്ല. പിന്നെയും സർക്കാരിന് വിശദീകരിക്കാൻ കഴിയും. ഇനിയിപ്പോൾ കോടതി നേരത്തെ ഒരു ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവ് നടപ്പിലാക്കാൻ ശ്രമിച്ച സമയം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അത് മതങ്ങൾക്കിടയിലും ജാതി വിഭാഗങ്ങൾക്കിടയിലും ഭിന്നത ഉണ്ടാക്കുന്ന രൂപത്തിൽ അത് മാറി. വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എടുത്തോ പിടിച്ചോ നടപ്പിലാക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അതുകൊണ്ടെന്ത് വേണം, സർക്കാരിന് പറയാൻ ന്യായമുണ്ട്. അന്ന് ആ കോടതി വിധി നടപ്പിലാവുന്ന ഒരു ഘട്ടം വന്നപ്പോൾ സംസ്ഥാനത്ത് ആകമാനം സംഘപരിവാർ കലാപസമാനമായിട്ടുള്ള സമരം അഴിച്ചുവിട്ടു, നമ്മൾ കണ്ടതാണ്. രണ്ടാമത് ജാതീയമായ ഭിന്നതകൾ, മതസാമുദായിക ഭിന്നതയ്ക്ക് പോലും ചില ആൾക്കാർ ശ്രമിച്ചു. ഇത് മറ്റുള്ളവർ കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞില്ല. ആ കേസിൽ, ശബരിമല കേസിൽ ഒരു റോളും ഇല്ലായിരുന്ന മുസ്ലിങ്ങളെ പോലും അതിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് വരാൻ സംഘപരിവാറിൻ്റെ പ്രൊഫൈലുകൾ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ജാതീയവും മതപരവുമായ ഭിന്നത ഉണ്ടാക്കുന്നു, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നടപ്പിലാക്കുന്നതിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവർക്കിടയിൽ, അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനിടയിൽ ഒരു ഐക്യം ഉണ്ടാകുന്നെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് ഇവരാനായിരിക്കും സർക്കാർ ശ്രമിക്കുന്നുണ്ടാവുക. അതിനപ്പുറം ഇതിനകത്ത് ഒരു സങ്കീർണതയൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലായി കഴിഞ്ഞിട്ടുള്ള ഒന്നാണ്. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇത് വീണ്ടും പരിഗണിക്കാൻ കോടതി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇതൊന്നും അത്യാവശ്യമുള്ള കേസൊന്നും അല്ലല്ലോ.
ഇപ്പോൾ 9 ബെഞ്ചിലേക്ക് പോകുന്നു, ഏപ്രിൽ പരിഗണിക്കാൻ പോകുന്നു. നമ്മൾ ഇലക്ഷനിലേക്ക് പോവാണ്. ബൂത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ സുപ്രീം കോടതി ഇതൊക്കെ ലിസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് സർക്കാരിനെ ഒരു നിലപാട് പറയാൻ വേണ്ടിയുള്ള നിർബന്ധിതാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് ഇലക്ഷൻ്റെ മണി അടിക്കാൻ നേരത്ത്. 2006 കേസ് 2018 ഫ്ലോട്ട് ചെയ്യുന്നത് മനസ്സിലായോ? യെസ്. അപ്പോൾ ഇതൊന്നും അതൊരു സാധാരണ യാദൃച്ഛികതയല്ല എന്ന് സംശയിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നോളം കാരണങ്ങളുണ്ട് എന്നാണ് ഞാൻ പറയുക. അപ്പോൾ അത് കോടതിയിൽ വരിക, കോടതി അതിനെക്കുറിച്ചുള്ള കമൻസ് ചിലപ്പോൾ പറഞ്ഞേക്കുമായിരിക്കും. അതൊക്കെ അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒട്ടും നല്ല കാലമല്ല. അപ്പോൾ എല്ലാവരും ഓരോ രക്ഷ എഴുതി കെട്ടിക്കോളൂ എന്ന് പറഞ്ഞ പോലെ എന്തോ ഒരു പ്രശ്നം അവരെ ആരൊക്കെയോ ഏതൊക്കെയോ വഴിക്കുമെന്ന് വളഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നതായിട്ടൊരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട്. ശബരിമലയിൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. അതാണ്